ഹേ ഗായ്സ്, കുറേ കാലമായി ചിക്കനും മീനും കൊണ്ട് തന്നെയാ കളി. അതൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് ബീഫ് ഉണ്ടാക്കടേ. പേടിക്കേണ്ട, പാടുവല്ല, സീനസാന. എന്നാൽ പിന്നെ കലാപരിപാടികൾ തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് പൊടികൾ കൊണ്ട് ഇവനെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ പൊടികളിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, ഉപ്പ് ഇവരെല്ലാം പെടും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ബീഫിനെയെല്ലാം കുക്കറിൽ തട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. ഏകദേശം 7 വിസൽ. നല്ല ക്ഷമാശീലരായിരിക്കണം എന്ന് മാത്രം. വേവിച്ചതിന് ശേഷം ഒരു വലിയ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇവരെല്ലാം തട്ടാം. കുഴഞ്ഞ പരുവത്തിൽ വരുന്നത് വരെ, അഥവാ ഉലർത്തിയെടുക്കുക, അത് തന്നെ സംഭവം. അതിനു മുമ്പേ 4 ബേ ലീഫും വലിയ ജീരകവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം വിതറാം. കൂടെ നമ്മുടെ മീറ്റ് മസാലയും കുരുമുളകും ഇടാം. ഞാനിവിടെ കുറച്ച് ബോൾസും കൂടെ പൊടിയും ഇട്ടേക്ക്. അതോടെ കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി വിതറാം. എണ്ണ ഒഴിക്കുമ്പോഴേ കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ഇവിടെ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോട്ട കാര്യങ്ങൾ. ബീഫ് ഉലർത്തിയതിന് ശേഷമാണ് മല്ലിയില പുതിന ഇടേണ്ടത്. ഇനിയിപ്പോൾ എന്താ, ഒരു പാത്രത്തിൽ തട്ടി കുറച്ച് ഉള്ളി കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇവനെ അങ്ങ് സെർവ് ചെയ്യാം. അല്ല, കുറച്ച് ഡെക്കറേഷൻ കൂടിപ്പോയോ? അത് പോട്ടെ അല്ലേ. പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. Subscribe, like and share my channel for showing some love. Add a cutie pie comment also. Bye bye.